ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമുള്ളവരെ, പ്രകൃതി അത് വലിയൊരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മലമുകളിൽ നിൽക്കുമ്പോൾ എത്രയോ സന്തോഷകരമാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് താഴോട്ട് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ താഴോട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഇത് ഇത്രയും മനോഹരമാണ്, മനുഷ്യനെ കാണുമ്പോൾ വളരെ അത്ഭുതകരമാണ്. ഇത് കാണാൻ ഒത്തിരി ആളുകൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കടന്നു വരുന്നു. പക്ഷെ ഇതിലൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അത്ഭുത സൃഷ്ടി. ഏറ്റവും വ്യത്യസ്തനായി ഈ ലോകത്തുള്ളതിൽ സൃഷ്ടികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇതിനെക്കുറിച്ച് ഇന്ന് സത്യത്തിൽ ആർക്കും വലിയ ബോധ്യമില്ല എന്നുള്ളതാണ്. ഇന്ന് അതേ ദൈവത്തെ പഴിക്കുന്നതും അതേ ദൈവത്തെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നതും ഇതേ മനുഷ്യൻ തന്നെയാണ്. അതെപ്പോഴും അങ്ങനെയാണ്. തൻ്റെ സൃഷ്ടാവിനെ അനുസരിക്കാൻ കഴിയാത്ത, സൃഷ്ടാവിനെതിരെ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ്റെ തിന്മ നിറഞ്ഞ ഒരു മേഖല എപ്പോഴും നമ്മുടെ കൺമുൻപിലുണ്ട്. ഞാൻ ഈ പ്രകൃതിയുടെ ഈ മനോഹാരിത കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇത്ര മനോഹരമാണെങ്കിൽ ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച സ്വർഗം അത് എത്രത്തോളം മനോഹരമായിരിക്കും. അതായത് നമ്മളിവിടെ ഇപ്പോൾ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ കഴിയുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. സാധാരണ നമ്മൾ ടൗണിൻ്റെ തിരക്കുകൾ, ഈ ഒരു അലച്ചിലുകളുടെ മേഖലകളിൽ ഓടി നടക്കുമ്പോൾ ഒരു ദിവസം മാറി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇങ്ങനൊരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ അതിലുമൊക്കെ എത്രയോ മനോഹരമായിരിക്കും നമ്മുടെ പ്രത്യാശയായ സ്വർഗരാജ്യം. ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ചതിനേക്കാൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ഭൂമി, ഈ പ്രകൃതിയുടെ എല്ലാം എത്രയോ മടങ്ങ് മനോഹരമായിരിക്കും ദൈവം തന്റെ സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തില്, നിങ്ങൾ ആകുലപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ പ്രത്യാശയുടെ, ആ ദൈവത്തിന്റെ ആ സ്വർഗരാജ്യത്തേക്ക് എത്ര പേർക്ക് പോകാൻ ആഗ്രഹമുണ്ട്? അതിനുവേണ്ടി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര പേര് പ്രയത്നിക്കുന്നുണ്ട്? എത്ര പേര് തങ്ങളുടേതായിട്ടുള്ള ദൈവത്തിലേക്ക് സമർപ്പണമുണ്ട്? പാപത്തിന്റെ മാറി നിന്നിട്ടുള്ള ഒരു ജീവിതം, തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും ഓടി അകലുന്ന ഒരു ജീവിതം എത്ര പേരുണ്ട്? അതിനുവേണ്ടി നിൽക്കുന്ന വ്യക്തികൾ. യേശു പറഞ്ഞൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, സ്വർഗം എന്നത് മനുഷ്യന്റെ പ്രത്യാശയാണ്. ആ പ്രത്യാശയെക്കുറിച്ച് അത് എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യാശയല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യാശയല്ല. മറ്റ് മതവിഭാഗങ്ങളിൽ, അല്ലെങ്കിൽ വിശ്വാസ രീതികളിൽ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സ്, മറ്റ് വിശ്വാസങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സ്വർഗം ശരിക്കും പറഞ്ഞ മധ്യപ്പുഴ ഒഴുകുന്ന, യഥാർത്ഥത്തിൽ ഒരു കോമാളിത്തരമുള്ള സ്വർഗത്തെ കുറിച്ചിട്ടാണ് ഇന്ന് മനുഷ്യന് അവരുടെ പൂർവികരോ അല്ലെങ്കിൽ അവരുടെ വലിയ ജ്ഞാനികൾ എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിങ്ങൾ പലതും മാറ്റിവെക്കണം, പക്ഷേ സ്വർഗത്തിൽ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന രീതിയിലാണ് അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിലെ സ്വർഗത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യാശയെക്കുറിച്ച്, അതായത് പ്രത്യാശ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് യഥാർത്ഥത്തില് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കേരളത്തിന്റെ തൊടുപുഴയിൽ നിന്നും കുറച്ച് ദൂരം മാറി ഒരു മലമുകളിൽ. ഇവിടെ വളരെ കോട നിറഞ്ഞ, വളരെ പ്രകൃതി മനോഹരമായ, താഴെയാണെങ്കിൽ മലങ്കര ഡാമാണ്. ഞങ്ങൾ ഇന്നലെ പകല് വരുമ്പോൾ നമുക്ക് താഴെയൊക്കെ കാണാമായിരുന്നു മലങ്കര ഡാമിന്റെ അതിന്റെ റിസർവോയറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷെ ഇപ്പൊ സമയം ഏകദേശം കാലത്ത് 8:41 പക്ഷെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ 6 മണി തുടങ്ങി ഇവിടെ ഇങ്ങനെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. മൊത്തം ചുറ്റുമൊന്നും കാണാൻ സാധിക്കത്തില്ല. അതുപോലെ കോട നിറഞ്ഞ്, മഞ്ഞ് നിറഞ്ഞ് നിൽക്കുക. പറയുമ്പോൾ ഇത് പ്രത്യാശയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രത്യാശയില്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വരുന്നത് വരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 24 പേരും ഈ സ്ഥലം വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ താഴെ നിന്ന് കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇത് കാണാനുള്ള ഒരു ആഗ്രഹം, എന്താണ് ഇവിടെ, എങ്ങനെയാണ്
സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചോ ഇതിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതാ സ്ഥലം എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഒരു രാത്രി നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ മലമുകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥിരം പതിവാണ് ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ നൈറ്റ് ബീച്ചിൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഒരു സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, പക്ഷെ സ്ഥലം കാണുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ടൂർ മൈൻഡ് അല്ല, പകരം പ്രാർത്ഥനാ ചൈതന്യത്തോടെ ഇന്നലെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ സാധിച്ചു, ദൈവത്തെ ആരാധിക്കാൻ സാധിച്ചു. അങ്ങനെ പല സെഗ്മെന്റിലൂടെ ഞങ്ങൾ ഇന്നലെ കവർ ചെയ്തു. ഇന്ന് കാലത്ത് ഞങ്ങൾ എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥന തുടങ്ങി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഇനി ഈ വന്ന 25 26 പേർക്കും ഒരു ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ബോധ്യമുണ്ട്. അത് ഇങ്ങനെയാണ്, അവിടുത്തെ പ്രകൃതി ഇങ്ങനെയാണ്, ക്ലൈമറ്റിന്റെ രീതി ഇങ്ങനെയാണ്, ഇതെല്ലാം അവർക്ക് അറിയാം. അപ്പൊ ഇതിനെ കുറിച്ച് ഇനി എന്തില്ല, ഒരു പ്രത്യാശയില്ല അവർക്ക് അറിയാം അതെന്താണെന്ന്. കാരണം അത് റിവീൽ പെട്ട് കഴിഞ്ഞു. പൗലോസ് സ്വർഗത്തെ കുറിച്ച് പറയുന്നതാണ്, കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിൽ പോയതിനെ കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3-ാം സ്വർഗം വരെ പോയ ഒരു മനുഷ്യനെ എനിക്കറിയാം, ശരീരത്തോടു കൂടെയോ ശരീരത്തോട് കൂടാതെയോ എന്ന് എനിക്കറിയത്തില്ല. മനുഷ്യന് വിവേചിച്ചു കൂടാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത, മനുഷ്യന് റിവീൽ ചെയ്യാൻ പാടില്ലാത്ത, ദൈവം അനുവദിക്കാത്ത അനേക കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു എന്ന് അപ്പസ്തോലൻ പറയുമ്പോൾ അത് എത്ര മനോഹരമാണ് ആ ഒരു വാക്യം. അവിടെ മനുഷ്യനത് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും കൊടുക്കുന്നില്ല, പകരം സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൊടുക്കുന്നു, സ്വർഗത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അതായത് മനുഷ്യന് ഇന്ന് നമ്മുടെ ഈ ജഡത്തിന് സ്വീകരിക്കാൻ സാധിക്കാത്ത വലിയ 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 കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കുന്നു. അതായത് മറ്റ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കുന്നു, ഒരു ഭവനം ഒരുക്കുന്നു. ആ ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ അതാണ്. എൻ്റെ കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ അവൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ആ വാനമേഘങ്ങളിൽ വരുമ്പോൾ എത്ര പേര് യോഗ്യരായിട്ടുണ്ട്? ദൈവത്തിന്റെ വചനം പറയുക, അവൻ വരുമ്പോ ചിലര് ഉറങ്ങുകയായിരിക്കാം, ചിലര് തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലർ വയലിൽ വേല ചെയ്യുകയായിരിക്കാം. അതായത് ഇന്ത്യയിലും അമേരിക്കയിലും ലോകത്തിന്റെ ഏത് ദേശത്തും ഒരേ ടൈമിൽ ഒരേ സെക്കൻഡിൽ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ അവൻ വാനമേഘങ്ങളിൽ കടന്നു വരുമ്പോ എത്ര പേർക്ക് കർത്താവിന്റെ വിളി കേൾക്കാൻ സാധിക്കും? എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ലാസറേ ഉയർത്തു വരിക എന്ന് പറഞ്ഞപ്പോ അവൻ ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ നിന്നും കടന്നു വന്നതുപോലെ. ഞാൻ ജെറുസലേമിൽ പോയി കഴിഞ്ഞപ്പോ, ഇസ്രായേലിൽ പോയ യാത്രയില് ലാസറിന്റെ കല്ലറ ഞങ്ങൾ കാണാനിടയായി. എത്രയോ മീറ്റർ താഴോട്ടാണ് ആ വ്യക്തി താഴെ അടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്നത്. ഇന്നിപ്പോ ഒത്തിരി ഹൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ എത്രയോ താഴെയാണ് ലാസർ കിടന്നത്. പക്ഷെ എന്റെ കർത്താവിന്റെ ശബ്ദം കേട്ട്, അവിടെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രധാന ദൂതന്മാർ കാഹളധ്വനിയോടുകൂടെ അവന്റെ ശബ്ദം കേട്ട് എത്ര പേര് എഴുന്നേൽക്കും? എത്ര പേർക്ക് എഴുന്നേൽക്കാൻ സാധിക്കും? മരിച്ചു കിടന്ന ലാസറിന് അവന്റെ കാലുകൾ കെട്ടപ്പെട്ടിരുന്നു. അവന്റെ ശീല അഴിക്കുക എന്ന് യേശു പറയും. ആ ശീല പോലും അഴിക്കാതെ മീറ്ററുകളോളം നടന്നവൻ മുകളിൽ വന്നെങ്കിൽ കർത്താവിന്റെ ശബ്ദം, ആ ഗംഭീരനാദം, അവന്റെ ശബ്ദത്തിനൊരു പവറുണ്ട്. ഇന്ന് പ്രത്യാശയോടെ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, പാപകരമായ ജീവിതത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തെ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ള യഹോവേ എന്ന് തോമസ് വിളിച്ചു പറഞ്ഞതുപോലെ നിഷ്കളങ്കമായി ആ ദൈവത്തെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ സമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്, അവന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, തങ്ങൾ ഭൂമിയിൽ ചെയ്തതിന്റെ പ്രതിഫലം സ്വീകരിപ്പാൻ സകലരും അവൻ ഏത് വിശ്വാസത്തിൽ, ഏത് മതത്തിൽ, ഏത് ഭാഷയിൽ, ഏത് ദേശത്ത്, ഏത് രാജ്യത്ത്, ഏത് കാലത്ത് കഴിഞ്ഞവനായിക്കൊള്ളട്ടെ, സകലരും കർത്താവിന്റെ മുൻപിൽ വരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്തിന് ഞാൻ ആ വചനം വിശ്വസിക്കണം? വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് പോലും ഇന്ന് സംഭവിക്കാതിരുന്നിട്ടില്ല. സംഭവിച്ച ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, സംഭവിച്ച അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇസ്രായേലിനെ പരിശോധിച്ച് നോക്കുമ്പോൾ സകല കാര്യങ്ങളും ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത് സംഭവിക്കും എന്ന് പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ,
ഇസ്രായേൽ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടുവെങ്കിൽ, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എന്ന് വചനത്തിൽ കാണുന്നത് സകല കാര്യങ്ങളും നടന്നുവെങ്കിൽ, ഞാൻ പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഇതേ വാക്യവും സംഭവിക്കും. സകല ജനതയും അവന്റെ മുൻപിൽ വരേണ്ടി വരുന്ന ഒരു ദിനം അത് അകലെയല്ല, അത് അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ പ്രത്യാശയിൽ നിങ്ങൾ എത്തണമെങ്കിൽ, ആ ദൈവരാജ്യത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരണമെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് ഈ മനോഹരമായ പ്രകൃതി നിലനിൽക്കുന്നത് പോലെ സന്തോഷകരമായ ഒരു ദൈവരാജ്യത്തേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവന്റെ നാമത്തിന് മുൻപിൽ സകല മുട്ടുകളും മടങ്ങുന്ന, ആ നാമത്തിന് മുൻപിൽ സകല മുഴങ്കാലുകളും മടങ്ങി അവനെ ആരാധിക്കുന്ന ഒരു ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ദൈവ സമൂഹത്തിന് രക്ഷ എന്നത്, അവന്റെ സ്വർഗം എന്നത്, അവന്റെ പ്രത്യാശയും അത് അവന്റെ കൈകളിലുമാണ്. അതൊരിക്കലും നഷ്ടപ്പെടാതെ ആ അനുഗ്രഹത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്ന വ്യക്തി പാപത്തിലോ ലോകത്തിന്റെ തിന്മയിലോ തിന്മയുടെ വെറുക്കൂത്തിലോ ആയിരിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക, സകലതും പൂർത്തിയായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി സകലതും അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവന്റെ നാമത്തിൽ നിങ്ങളൊന്ന് സമർപ്പിക്കുക, തങ്ങളുടെ പാപങ്ങളെ സമർപ്പിച്ച് രക്ഷകനും നാഥനും വിമോചകനും രാജാവും എന്റെ യേശുവാണെന്നും യേശു കർത്താവാണെന്നും ഏറ്റുപറയുക, ആദരം കൊണ്ട് ഏറ്റുപറയുക. ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും. അവസാനത്തെ നിമിഷം വരെ കടന്നു വന്നവനും രക്ഷ നൽകാൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്. ഒരുവൻ പോലും നഷ്ടപ്പെടാതെ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ കൂടെ വരട്ടെ. ആ അനുഗ്രഹത്തിലേക്ക്, ഇന്ന് ഈ കാണുന്ന പ്രകൃതിയെ പോലെ തന്നെ ആ സന്തോഷകരമായ ദൈവരാജ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.